ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ പതിവ് പോലെ പ്രദീപ് സർ നമ്മളോടൊപ്പം ചേരുന്നു. Good morning, Pradeep sir. Welcome to the show. Morning, Priya, and morning, viewers. കഴിഞ്ഞ ദിവസം US വിപണിയെ സംബന്ധിച്ച ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു മുൻപുണ്ടായിരുന്ന സെഷനുകൾ ഉണ്ടായിട്ടുള്ളൊരു നഷ്ടത്തെയൊക്കെ തന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പ്രധാനമായിട്ടും റീറ്റെയിൽ സെയിൽസ് കണക്കുകൾ വന്നത് കുറച്ച് ആശ്വാസകരമായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ US വിപണിയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസ് 0.8% ജനുവരി മാസത്തിൽ ഇടിഞ്ഞതായിട്ടാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അനലിസ്റ്റുകളൊക്കെ തന്നെ 0.3% ഇടിയുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നിടത്താണ് 0.8% ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഡാറ്റ വന്നത് വലിയൊരു പിന്തുണ US വിപണിയെ നൽകിയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിച്ചു. ഒപ്പം തന്നെ റിസൾട്ട് സീസൺ അതിന്റെ മറ്റൊരു സൈഡിൽ വരുന്നുണ്ട്. നല്ല കമ്പനികളൊക്കെ തന്നെ മികച്ച റിസൾട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്ട് ഓഹരികളിലൊക്കെ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. US വിപണിയെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? So, Priya, American മാർക്കറ്റിൽ ആക്ച്വലി കഴിഞ്ഞ 3 മാസമായിട്ട് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. 4 സെഷൻസിന് മുൻപ് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും അതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 2-3 സെഷൻസിൽ വി ഹാവ് സീൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഓൾസോ. സോ ഇന്നലത്തെ റിക്കവറിയോടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പുതിയൊരു ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് മൂവ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 38,950 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 39,150 അതിനെ തുടർന്ന് 39,390 പോയിന്റിലോ കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ സിമിലർ സ്റ്റോറി. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഇന്നലെ നമുക്കൊരു റിക്കവറി കാണാൻ സാധിച്ചു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 18,000 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. കമ്മോഡിറ്റി വിപണികളിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സെഷനിൽ 1% ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചർ 1.5% ഉയർന്ന് ബാരലിന് $82.86 എന്നുള്ള ഒരു ലെവലിലായിരുന്നു വ്യാപാരം കൊണ്ടുപോയിരുന്നത്. ഒപ്പം തന്നെ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് നോക്കുമ്പോഴും അതിന്റെ ഫ്യൂച്ചർ 1.8% ഉയരുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? So crude in the case, I'm continuing to be very bullish. So മെനഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് ക്രൂഡിന്റെ കേസിൽ കാണാൻ ഇടയുണ്ടായി. ആൻഡ് ഇന്നലത്തെ ട്രേഡിങ്ങോടെ ആ ഒരു കറക്ഷൻ, ഒരു ദിവസം നീണ്ടുവന്ന ആ കറക്ഷൻ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സോ ഇനി നമ്മൾ ക്രൂഡിന്റെ കേസിൽ അടുത്തത് ശ്രദ്ധിച്ച വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് WTI ക്രൂഡിന്റെ കേസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് $79 $79 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $81.20 അതിനെ തുടർന്ന് $83.70 ആൻഡ് അതിനെ തുടർന്ന് $85 റെസിസ്റ്റൻസ് കാണുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു നേരിയ ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നോക്കുകയാണെങ്കിൽ ഔൺസിന് 2004.8 റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിലുള്ള നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ 3 സെഷൻസിന് മുൻപ് തന്നെ ഈ $2040 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതോടെ ഷോർട്ട് ടേം ട്രെൻഡ് ഹാഡ് ടേൺഡ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. സോ സ്വർണത്തിന്റെ കേസിൽ വീണ്ടും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $2040 ആയിരിക്കണം. എനിക്ക് തോന്നുന്നില്ല സ്വർണത്തിന് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ആഭ്യന്തര വിപണിയിൽ 21,910 റേഞ്ചിൽ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ കഴിഞ്ഞത്തൊരു ഇൻട്രാഡേയിൽ 21,953 റേഞ്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. ഇന്നലെ ആദ്യ നിമിഷങ്ങൾ 21,794 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് പോയെങ്കിലും പിന്നീട് അതിന് ശേഷം ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇന്നിപ്പോൾ നമുക്ക് 22,000 എന്നുള്ളൊരു ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും നിഫ്റ്റി 50ക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള മേജർ റെസിസ്റ്റൻസ് 22,150 പോയിന്റ് ആയിരിക്കും. സോ നിഫ്റ്റി 50യുടെ കേസിൽ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്.
Major resistance continues to be at 21,400. Now, Nifty 50യുടെ കേസിൽ the good thing is that ഒത്തിരി നിഫ്റ്റിയിൽ കഴിഞ്ഞ 2 മാസമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ട് ഒത്തിരി സ്റ്റോക്സിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പബ്ലിക് സെക്ടർ സ്റ്റോക്സ്, ഡിഫൻസ് സ്റ്റോക്സ്, റെയിൽവേ സ്റ്റോക്സിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നും തിങ്കളാഴ്ചത്തെ ട്രേഡിംഗിലും ചൊവ്വാഴ്ചത്തെ സെഷൻസിലും PSU ബാങ്ക് സ്റ്റോക്സിലൊക്കെ നമ്മൾ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടില്ലെങ്കിൽ the short-term trend can turn bearish. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 46,218 എന്ന റേഞ്ചിലായിരുന്നു അവസാന നിമിഷം വ്യാപാരം അവസാനിപ്പിച്ച് 310 പോയിന്റിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ അവസാന നിമിഷങ്ങളിൽ സാധിച്ചിരുന്നു. ഇന്നലെ 46,297 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് നിഫ്റ്റി ബാങ്ക് കുതിച്ചിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്കിന് 46,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ തന്നെ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷ് ആയെന്ന് സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം PSU ബാങ്കിംഗ് സൂചിക പരിശോധിക്കുമ്പോൾ 3.27% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുമ്പോഴും ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഈ ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞ കുറെ സെഷനുകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബ് സിന്ധ് ബാങ്കിലൊക്കെ തന്നെ 7% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ 5.23% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, യൂക്കോ ബാങ്ക് എന്നീ ഓഹരികളൊക്കെ തന്നെ 4% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. SBI 2% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. PSU ബാങ്കിംഗ് സൂചികയിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇതിൽ സാർ പ്രധാനമായിട്ടും ഫോക്കസിൽ അല്ലെങ്കിൽ നിക്ഷേപകരോട് സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ ഏതൊക്കെയായിരിക്കും? PSU ബാങ്കിംഗ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഇന്നലെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു PSU ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. ബട്ട് ഈ ലെവൽസിൽ നിന്നും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മുതലായ സ്നാപ്പ് PSU ബാങ്ക്സിലൊക്കെ തന്നെ സെല്ലിംഗ് പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. PSU ബാങ്കിങ് സ്റ്റോക്സ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന ആക്ച്വലി ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾറെഡി ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ഈ ഒരു PSU സ്റ്റോക്കിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വളരെ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം യെസ് ബാങ്കിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യെസ് ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. കാർലി ഗ്രൂപ്പ് ആയിരുന്നു കമ്പനിയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1,056 കോടി രൂപയുടെ ഓഹരികളായിരുന്നു കഴിഞ്ഞ ദിവസം വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. യെസ് ബാങ്കിന്റെ 1.35% ഓഹരികളാണ് ഇപ്പോൾ ഈ ഒരു ഇന്നലത്തെ ഒരു സെഷനിലൂടെ ഓപ്പൺ മാർക്കറ്റിലൂടെ കമ്പനി വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. 27 രൂപ 10 പൈസ എന്ന റേഞ്ചിലായിരുന്നു ആ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നത്. യെസ് ബാങ്കിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും നമ്മൾ യെസ് ബാങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്കിന്റെ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 33 രൂപ തന്നെയായിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. അതിന് തൊട്ട് മുൻപ് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 31 രൂപയിലും ആയിരിക്കും. സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 26 രൂപയുടെ സപ്പോർട്ടായിരിക്കണം. ഇന്നത്തെ ട്രേഡിംഗിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കിട്ടുമെന്ന്. ഒപ്പം ആക്സിസ് ബാങ്കിന്റെ കേസ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 5,100 കോടി രൂപയുടെ ഒരു അഴിമതിയിൽ ആക്സിസ് ബാങ്കിന് പങ്കുണ്ടെന്ന് ആരോപിച്ചിട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സ്ഥിതി, അത്തരം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ആക്സിസ് ബാങ്ക് ഓഹരികൾ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നത്. മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ ഓഹരികളുടെ ഒരു ഇടപെടലിലാണ് ഇത്തരത്തിലൊരു അഴിമതി നടത്തിയതെന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത്. ആക്സിസ് ബാങ്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിലൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം റിപ്പോർട്ടുകൾ പൊതുവെ ഇങ്ങനെയുള്ള ഓഹരികളിലൊക്കെ തന്നെ പ്രകടനത്തെ സ്വാധീനിക്കാറുണ്ട്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്?
അപ്പോ ഞാനും ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് വായിക്കാൻ ഇടയുണ്ടായി. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ആ ഒരു റിപ്പോർട്ടിലോട്ടോ ആ ഒരു കേസ് ഫയൽ ചെയ്തതിലോട്ടോ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം കാണുന്നില്ല. ബിക്കോസ് അത് കുറെ സമയം വേസ്റ്റ് ചെയ്യുമെന്നല്ലാതെ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് അതിന് എന്തെങ്കിലും കാര്യമായിട്ട് ഒരു നടപടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് റീഡിങ്. Now, Axis Bank in the specific case എടുക്കുമ്പോഴേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാട്ട് ഹസ് ബീൻ ഹാപ്പനിങ് ഇസ് നവംബർ മാസത്തിൽ 1140 1150 ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം വി ആർ സീയിങ് എ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ആക്സിസ് ബാങ്കിന്റെ കേസിൽ 1020 രൂപയിൽ നല്ല സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1020 1120 ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ ലെറ്റ് us വെയിറ്റ് ഫോർ ദ സ്റ്റോക്ക് ടു ഫിനിഷ് ദ കൺസോൾട്ടേഷൻ. ഞാൻ നേരത്തെ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 46,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ കാണാൻ പോകുന്നത് ആക്സിസ് ബാങ്കിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറും. ആ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ ആക്സിസ് ബാങ്കിന്റെ കേസിൽ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം HDFC ബാങ്കിന്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ദിവസം 2.17% ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നു. 1414 രൂപ എന്ന റേഞ്ചിലായിരുന്നു HDFC ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഒരു നിക്ഷേപം ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? HDFC ബാങ്കിന്റെ കേസിൽ മിനിഞ്ഞാന്തത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്ക് അതിന്റെ ഒരു അടുത്ത കാലത്ത് ഒരു ലോവസ്റ്റ് ലെവൽ 1363 രൂപ കാണാൻ സാധിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ തിങ്ക് വി ഹാവ് സീൻ ദ ബോട്ടം ഫോർ HDFC ബാങ്ക്. സോ HDFC ബാങ്കിന്റെ കേസിൽ ജനുവരി മാസത്തിൽ നമ്മൾ കണ്ട ഹയസ്റ്റ് ലെവൽ 1721 രൂപയും മെനിഞ്ഞാന്ന് കണ്ട ലോവസ്റ്റ് ലെവൽ 1363 രൂപയും ആയിരുന്നു. So this is going to be the big trading range. Now HDFC Bank in the case, all the trends are bearish. Now HDFC Bank മുന്നോട്ട് റിക്കവറി നടത്തുന്ന സമയത്ത് 2 മേജർ റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 1470 രൂപയിലും അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 1540 രൂപയിലും ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഈ ലെവൽസിലായിരിക്കാം നമ്മൾ ഒരു കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് HDFC ബാങ്ക് നോക്കുമ്പോഴേക്കും ദിസ് ഇസ് ഔട്ട് ഓഫ് ഫേവർ. ബട്ട് HDFC ബാങ്കിന്റെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോഴേക്കും വളരെ മികച്ച ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് കമ്പനി കാഴ്ചവെക്കുന്നത്. അതിന്റെ ഒരു മെർജർ വിത്ത് HDFC തുടർന്നായിരുന്നു നമുക്ക് ഇതിലൊരു വലിയ സെൽ ഓഫ് കാണാൻ സാധിച്ചത്. ആസ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു ഇടിവ് ഈ ഒരു കറക്ഷൻ ആയിരിക്കണം നമ്മൾ വാങ്ങിക്കാനായിട്ട് ഒരു അവസരമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഒപ്പം മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേ സ്റ്റോക്സുകളാണ്. റെയിൽവേ സ്റ്റോക്സുകൾ കഴിഞ്ഞ ദിവസം ഒരു മുന്നേറ്റത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. IRFC ഒക്കെ തന്നെ 3% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇർക്കോൺ ഓഹരികൾ 4% നേട്ടം രേഖപ്പെടുത്തി. റെയിൽടെൽ 2.1% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. IRCTC 2.5% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. റെയിൽവേ സ്റ്റോക്കുകളിൽ ഇപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രധാനമായിട്ടും ഞാൻ എടുത്ത് ചോദിക്കുന്ന ഒരു ഓഹരി IRFC ഒക്കെ തന്നെയാണ്. IRFCയിലൊക്കെ തന്നെ നമുക്കൊരു മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ റെയിൽവേ സ്റ്റോക്സിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഈ റെയിൽവേ സ്റ്റോക്സിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ 3 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് സീൻ എ റിക്കവറി. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു റിക്കവറി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന്. കാര്യം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കറക്ഷൻ അവസാനിച്ചിട്ടില്ല. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. IRFCയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും IRFC മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 178 മുതൽ 182 രൂപ ആ റേഞ്ചിലായിരിക്കും. നമ്മൾ മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 153 രൂപ. IRCTCയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്ക് IRCTCയുടെ സ്പെസിഫിക് കേസിൽ 1020 രൂപയായിരിക്കും മേജർ റെസിസ്റ്റൻസ്. നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 920 രൂപ.
ഇർക്കോണിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇർക്കോണിന്റെ കേസിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 260 രൂപ, സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 210, അതിനെ തുടർന്ന് 190 രൂപയത്.